തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വലിയ ഒരു പണത്തിൻ്റെ ഒരു കുത്തൊഴുക്കായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് ഇപ്പോൾ ജനാധിപത്യം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന് BJP മുമ്പോട്ട് കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള ഈ പണത്തിൻ്റെ കുത്തൊഴുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നിരിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കള്ളപ്പണം, കുഴൽപ്പണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൊടുക്കുന്ന കണക്കും ചെലവാക്കുന്ന കണക്കും തമ്മിലുള്ള അന്തരം നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. യാതൊരു വിധത്തിലും മാച്ച് ചെയ്യാത്ത വിധത്തിലുള്ള ഒരു കണക്കായിരിക്കും ഈ ഓരോ സ്ഥാനാർത്ഥിയും, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി. സ്വതന്ത്രരൊക്കെ മിക്കവാറും അവർക്കൊന്നും അത്രയ്ക്ക് ചിലവഴിക്കാൻ നിവൃത്തിയില്ല, അവരത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളവർ നിലവിൽ അനുവദനീയമായിട്ടുള്ളതിൻ്റെ 10 ഇരട്ടി, 100 ഇരട്ടി, 1000 ഇരട്ടിയൊക്കെ ചിലവാക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു മണ്ഡലത്തിൽ 5 കോടി രൂപ കൊടുത്താലും പോരാ എന്നുള്ളതാണ്. 5 കോടി രൂപ വരെ ഒരു മണ്ഡലത്തിൽ ചിലവാക്കിയാലും ഒന്നും ആവില്ലെന്നാണ്. ഇലക്ഷൻ ഇന്ന് ഡിക്ലെയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി ഒരു മാസം കഴിഞ്ഞാണ് ഇലക്ഷനെങ്കിൽ പല സ്ഥാനാർത്ഥികളും വിയർക്കും. കാരണം ഒരു മാസം തങ്ങളുടെ ഈ പടയെ തീറ്റിപ്പോറ്റുക, കാലാവസ്ഥ കൊണ്ട് വേർക്കും, പിന്നെ പാനീയങ്ങൾ, ഭക്ഷണങ്ങൾ എല്ലാം നൽകി. അതും സാധാരണ പാനീയമൊന്നും പോരാ, നല്ല ബിവറേജസ് കോർപ്പറേഷൻ ഇറക്കുന്ന കുപ്പിയിലുള്ള പാനീയങ്ങൾ തന്നെ പലർക്കും വേണം. ഇതിലൊന്നിനും വീഴാതെ ജനങ്ങള് പ്രകടനത്തിന് പോകും, പിന്നെ പ്രസംഗം കേൾക്കാൻ അത് ഓടിയെത്തും. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയൊക്കെ പ്രത്യേകത അതായിരുന്നല്ലോ. ഈ കട്ടൻ ചായയും പരിപ്പൂടയും കൊണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് പോയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് EMS പുത്തരിക്കണ്ട മൈതാനിയിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോകുന്ന ആറ്റിങ്ങല്ല, ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. EMSന്റെ പ്രസംഗം കേൾക്കുക. ആറ്റിങ്ങലിൽ നിന്ന് പിന്നീട് പോകുന്ന കൊല്ലത്താണ്. ഈ 3 പ്രസംഗവും പോയി കേൾക്കും. അത് EMSന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രത്യേകത, മിക്കവാറും അന്ന് രാവിലെ ആയിരിക്കും ഇങ്ങനെ ഒരു ബോർഡ് നമ്മുടെ കവലയിൽ പ്രത്യക്ഷപ്പെടുന്നത്. EMS പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ മാനാഞ്ചിറ മൈതാനത്ത് പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിക്കുന്നു എന്ന് കാണുമ്പോൾ ജനം ബസ്സിലും സൈക്കിളിലും ഒക്കെ ഇടിച്ചു കയറി പോയി അവിടെ ചെന്ന് നേരത്തെ EMS വരുന്നതിന് മുമ്പേ അവിടെ കാത്തുകെട്ടിയിരിക്കും. EMS കൃത്യസമയത്ത് എത്തും. അതിനു മുമ്പ് ഈ തിരുവനന്തപുരത്താണെങ്കിൽ കട്ടായിക്കോണം ശ്രീധരന്റെ ഒരു സ്വാഗത പ്രസംഗമുണ്ട്, വളരെ അസഹനീയമാണ്. അദ്ദേഹം നല്ലൊരു കരുണാകരൻ വരുന്നതിന് മുമ്പ് പീതാംബരക്കുറുപ്പായിരുന്നു. അതെ, പീതാംബരക്കുറുപ്പ് പിന്നെ സദസ്സിനെ പിടിച്ചിരുത്തും. കഥയും പിന്നെ അല്പം പിന്നെ മണിപ്രവാളവും എല്ലാം കലർത്തി പീതാംബരക്കുറുപ്പ് സദസ്സിനെ പിടിച്ചെടുത്താൻ എടുക്കണമായിരുന്നു. പക്ഷേ ഈ കട്ടായിക്കോണം അങ്ങനെയല്ല. കട്ടായിക്കോണം ആക്ഷനും ഇതൊക്കെ ആയിട്ട് പലപ്പോഴും പറയുന്നത് അദ്ദേഹം നല്ല ഒരു സംഘാടകനാണ്. ഒരു പിന്നെ പാർട്ടിയുടെ തിരുവനന്തപുരത്തിന്റെ ചുക്കാൻ ഇങ്ങനെ പിടിച്ച് നിർത്തി വളരെ നാള്, പതിറ്റാണ്ടുകൾ അങ്ങനെ നിന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ അരോചകമാണ്. അപ്പൊ എന്നാലും പക്ഷെ ആള് കേട്ടിരിക്കും. കാരണം എന്താ പറയാമോ, ഈ ഒരു കഷായം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് EMSന്റെ ആ ഒരു നല്ല ഒന്നാന്തരം പ്രസംഗമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കേൾക്കാൻ കാലം പോയി. ഇനിയിപ്പോ എല്ലാം പോയി. ഇപ്പോൾ കാശിന് പ്രവൃത്തി, കാശിന് പോസ്റ്റർ, കാശിന് കൊടിവയ്ക്കും, ഇങ്ങനെയുള്ള വൈകിട്ട് കവലപ്രസംഗമില്ല. കവലപ്രസംഗത്തിന്റെ ഒന്നും പ്രസക്തിയില്ല. ഇപ്പം TV വന്നതോടെ പിന്നെ വാട്സാപ്പിൽ ഓരോരുത്തരുടെയും മെസ്സേജുകൾ വരുന്നതോടുകൂടി, അവരുടെ ബൈറ്റുകൾ വരുന്നതോടുകൂടിയൊക്കെ അതിൻ്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രസംഗങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പം കല്ല് വെച്ച സ്റ്റേറ്റ്മെന്റുകളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഈ ചെലവ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ചെലവ് എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പ്രശ്നമാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്തോ ദേശീയത്തിലോ ഒക്കെ ഭരണത്തിലിരിക്കുന്നവർക്ക് ഒരുവിധം പിടിച്ചു പറ്റാൻ കഴിഞ്ഞേക്കുമെന്നുള്ളതല്ലാതെ മറ്റു പല. പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ പൈസ ഉണ്ടോ? കോൺഗ്രസിന്റെ വളരെ ഗതികേടിലാണ്. കോൺഗ്രസ് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പം അവർക്ക്
അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമോ കോൺഗ്രസിന്റെ? കൊടുക്കില്ല. രാഹുൽ ഗാന്ധിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള പൈസ അല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. പിന്നെ ഈ 2-3 സംസ്ഥാനങ്ങളിലെ ആകെയുള്ള ഇപ്പം തെലങ്കാനയും കർണാടകയും ഒരു ഹിമാചലും ഒക്കെയാണ് ആകെ ഭരണത്തിലിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന സോഴ്സ് എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ കർണാടകയും തെലങ്കാനയും ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും, വല്ലതും കൊടുക്കുമായിരിക്കും. അതൊക്കെ ഈ AICCക്ക് പ്രവർത്തിക്കാൻ തന്നെ CPM-ന്റെ കയ്യിൽ പണമുണ്ട്. CPM-ന്റെ കയ്യിൽ പണമുണ്ട് തീർച്ചയായിട്ടും. അവർക്ക് ഉള്ളൊരു നേട്ടം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരിക്കും. ഈ പഴയ ആൾക്കാർ പറയുമല്ലോ, വിത്തെടുത്ത് കുത്തരുത് എന്ന് പറയുന്ന പോലെ അവർക്കൊരു കരുതലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ഫണ്ട് പിരിക്കാൻ അറിയാം, പ്രവർത്തകർക്ക് ഫണ്ട് പിരിക്കാൻ അറിയാം. അതൊക്കെ പിന്നെ ഇതിനകത്ത് വേറൊരു സ്വഭാവം ഇല്ലേ വേണു? അതായത് ഇപ്പം UDF അധികാരത്തിൽ വരും എന്നൊരു ട്രെൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ ഇവർക്കൊരു പണപ്പിരിവ് നടത്തത്തില്ലേ? തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം പിന്നെ ഒരു ഭരണത്തിൽ ഇരിക്കുമ്പം അവരുടെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ കുറേ പേര് കാണും. അപ്പം അവരുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കെട്ടിക്കിടപ്പുണ്ടായിരിക്കും. നടക്കാത്തതും നടക്കാൻ സാധ്യതയില്ലാത്തതും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടിക്കിടക്കും. ആ പ്രശ്നങ്ങൾ കൊണ്ട് 5 വർഷമായും 10 വർഷമായും വലയുന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പം അവരോടൊക്കെ തന്നെ മുൻകൂറായിട്ട് പറയും, ഇത്തവണ ഞങ്ങളായിരിക്കും എന്തായാലും വരുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ സാധിച്ചു തരും, പക്ഷേ അതിന് ഇത്ര വേണം, ഇത്ര കോടി വേണം എന്ന് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലക്ഷങ്ങൾക്കൊന്നും വിലയില്ല. അപ്പോൾ ഇന്ന് കോടികളാണ് ചോദിക്കുന്നത്. പിന്നെ എല്ലാവരുടെയും ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഗൾഫാണ്. പക്ഷേ ഇത്തവണ ഗൾഫിലോട്ട് കയറാൻ നിർത്തിയില്ല. അവിടെ മിസൈലും ഡ്രോണും ഒക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെയൊക്കെ പോയി വാങ്ങിച്ചവർ മിടുക്കന്മാർ. ഇനിയിപ്പോൾ ഇലക്ഷൻ സമയത്ത്, സാധാരണഗതിയിൽ ഇലക്ഷൻ സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ആ നമ്മുടെ പ്രവാസി മലയാളികളോടൊരു സ്നേഹം, അവിടുത്തെ അസോസിയേഷനോട് ഒരു വലിയ സ്നേഹമൊക്കെ കാണിക്കാറുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും പറന്ന് അവിടെ പ്രവാസികൾ വോട്ട് ചെയ്യാൻ വരുമോ എന്നുള്ളതും സംശയമായിരിക്കും. ഇത്തവണ വലിയ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ. പിന്നെ അവിടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമായിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് യാത്ര ചെയ്തെങ്കിൽ വന്നാൽ അതിനേക്കാൾ പ്രശ്നമാവും. തിരിച്ചു പോകാൻ സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം. വരണോ വരണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു വൈതരണിയിലാണ് അവർ നിൽക്കുന്നത്. ഈ ഒരു മാസം കൊണ്ട് പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആകുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ യുദ്ധ സാഹചര്യം ഒന്ന് മുറുകയാണെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ലേ? അല്ല, പിന്നെ നമ്മുടെ നാട്ടിൽ അത് ബാധിക്കാൻ വഴിയില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ധന ദൗർലഭ്യം, അതുപോലെ തീർച്ചയായിട്ടും അതിപ്പോ ഒരു മാസത്തേക്കൊന്നും 10-25 ദിവസത്തേക്കൊന്നും പ്രശ്നം വരാൻ വഴിയില്ല. അപ്പോൾ ഒരു മാസത്തിനകം തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമെങ്കിൽ പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ധനമൊക്കെ കരുതി ആവശ്യത്തിനൊക്കെ വെച്ചേക്കും. അതൊക്കെ എന്തായാലും കാര്യങ്ങൾ നടന്നു പോകും. എന്തായാലും എല്ലാവർക്കും പ്രധാനം ഞാനൊരു MLA ആകണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് എല്ലാം മറന്ന് മെയ് മറന്ന് പ്രവർത്തിക്കും. അപ്പോൾ കോടികൾ ഉണ്ടാക്കണം, പിന്നെ ലക്ഷങ്ങളെ അണിനിരത്തണം. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒരു ബൂത്തിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ 1000 മുതൽ 1200 1300 പിന്നെ ബൂത്തുകൾ വരെ ഉണ്ടാവും. ഇവിടെയൊക്കെ പ്രവർത്തകർ വേണം. ഈ പ്രവർത്തകരൊക്കെ അണിനിരത്തണമെങ്കിൽ പണമില്ലാതെ കാര്യം നടക്കില്ല. അപ്പോൾ ഇതിന് താഴെത്തട്ട് മുതൽ മുകളിലെത്തട്ട് വരെ പണത്തിൻ്റെ ഒരു ഒത്തൊഴുക്ക് വളരെയധികം ആവശ്യമായി വരുന്ന സന്ദർഭമാണ്. പിന്നെ ശശി തരൂരിനെ പോലെയൊക്കെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഓരോരുത്തർ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശശി തരൂർ ആദ്യത്തെ ഇലക്ഷനിൽ ശശി തരൂർ ഒരു കാര്യം പഠിച്ചു. ഈ മോളിൽ നിന്ന് കൊടുക്കുന്ന പൈസ ഇടത്തട്ടിൽ പലരും തട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ താഴെ ഈ ജോലി ചെയ്യുന്നവർക്കൊന്നും പണി നടക്കത്തില്ല. പണി ചെന്നിട്ട് നടത്താലും അവർ ചെന്ന് കരയും, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരു ബുദ്ധി കാണിച്ചെന്നാ പറയുന്നത്, ഈ താഴെ തട്ടിലുള്ളവരുടെയൊക്കെ ലിസ്റ്റ്, ഓരോ ബൂത്ത് ലെവലിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ താഴെ തട്ടിലുള്ളവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് അവരുടെ എല്ലാം വാട്സാപ്പും എല്ലാം ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പരും ഒക്കെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ശശി തരൂരിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഗൂഗിൾ പേ ക്യാഷ് അപ്പം തന്നെ ഇവർക്ക് എത്തുന്ന സംവിധാനം. അങ്ങനെയൊക്കെ ശശി ഇടനിലക്കാരെ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം സാങ്കേതിക വിദ്യയും അല്ല തരൂരിനുള്ള അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ പരിജ്ഞാനം ഒന്നും കോൺഗ്രസ്സുകാരിൽ ഇല്ല. അല്ല, അതുപോലെ ചിലർക്ക് ചെയ്യാനും പറ്റില്ല. ഇതിപ്പോ 4 തവണ ആയിട്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഈ ഏതൊക്കെയാണ് ബൂത്തുകൾ, ആ ബൂത്തിൽ സ്ഥിരം വരുന്ന നമ്മുടെ പ്രവർത്തകരാരൊക്കെയാണ്, അതിലെ പ്രധാനികൾ ആരാണ്, അവരെന്തൊക്കെയാണ്, ചുവരെഴുത്ത് നടത്തുന്നവരാര്, പോസ്റ്റർ ഒട്ടിക്കുന്നവരാര്, ബാനർ പിടിക്കുന്നവരാര്, ജാഥ നയിക്കുന്നവരാര്, മൈക്ക് അറേഞ്ച് വെച്ച് പിന്നെ പ്രചരണം നടത്തുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ടീമിന് കിട്ടുന്ന മുറയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ താഴെ തട്ടിലേക്ക് ക്യാഷ് ഡയറക്റ്റായിട്ട് എത്തിക്കുന്നതിൽ ശശി തരൂർ വളരെ മിടുക്കനായിരുന്നുവെന്ന് ഇവിടുത്തെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പല കോൺഗ്രസ്സുകാരും പറഞ്ഞ് എനിക്കറിയാം.
അപ്പം അതുപോലെ ഇത് വലിയൊരു ഭാരിച്ച പണിയാണ്. കാരണം അറിഞ്ഞൂടാത്ത ആൾ ഇതിനകത്ത് സ്ഥാനാർത്ഥിയായി പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നതിന് കണക്ക് കാണില്ല. അറിയാവുന്നവൻ തന്നെ വെള്ളം കുടിക്കുന്ന അവസ്ഥയാണ്. ഇത് ഹിതമായും അവിഹിതമായും ഒക്കെ നമ്മൾ പണ്ട് ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ ഒരു ഇലക്ഷന് ഒരു മുണ്ടിനകത്ത് ഒരു പൈന്റ് വെച്ചിട്ട് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇപ്പം അതുപോലെ ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. കാലമാണ്, എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരു പ്രതിസന്ധിയാണ് പല സ്ഥാനാർത്ഥികൾക്കും. അപ്പോൾ സ്ഥാനാർത്ഥികളെ ഇതിലെ എന്ന് പറഞ്ഞ് കോടികൾ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.